സോ നമ്മൾ ഇനി കുറച്ചും കൂടി അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഗെയിം ഫോർമാറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. ആംഗ്രി ബേർഡ്സ് കളിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. സോ ആംഗ്രി ബേർഡ്സിന്റെ ഒരു എക്സാക്ട്ലി ഒരു ക്ലോൺ ആണ് നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. അത് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് നമ്മുടെ ഒരു അടുത്ത സെക്ഷൻ എന്ന് പറയാം. നമ്മുടെ തേർഡ് ഗെയിം ആണിത്. സോ സ്റ്റാർട്ട് ചെയ്യാം. യൂണിറ്റി ഹബ്ബ് ജസ്റ്റ് തുറക്കാം. 2019.4.0 F1 സെലക്ട് ചെയ്യുക. ക്രിയേറ്റ് ന്യൂ പ്രോജക്റ്റ് 3D സെലക്ട് ചെയ്തതിനു ശേഷം ആംഗ്രി ബേർഡ്സിന്റെ യൂണിറ്റി പ്രോജക്റ്റ് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. പതിവിന് വിപരീതമായിട്ട് നമ്മൾ ആദ്യമേ തന്നെ ചെയ്യാൻ പോകുന്നത് ഡിസൈൻസ് എന്താ പറയാ ഇമ്പോർട്ട് ചെയ്യാണ് നമ്മുടെ ഗെയിമിലേക്ക്. സോ താഴെ കാണിയിരിക്കുന്ന നിങ്ങളുടെ ലിങ്കിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു യൂണിറ്റിയുടെ പാക്കേജ് ഡൗൺലോഡ് ആയിട്ട് കിടക്കുന്നുണ്ടാവും. സോ അതിനുവേണ്ടി താഴത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ആ കാണുന്ന യൂണിറ്റി പാക്കേജ് ഡൗൺലോഡ് ചെയ്ത് വെക്കാം. സോ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോവാം. അസറ്റ്സ്, ഇമ്പോർട്ട് പാക്കേജ്, കസ്റ്റം പാക്കേജ്. അതിനകത്ത് നമ്മൾ ഡൗൺലോഡ്സിനകത്ത് പോയിട്ട് ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബേർഡ് ആർട്ട്. ഓക്കെ, ബേർഡ് ആർട്ട് എന്ന് പറയുന്ന ആ യൂണിറ്റി പാക്കേജിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കണ്ടീഷൻ വരും. ഇമ്പോർട്ട് യൂണിറ്റി പാക്കേജ് എന്ന് പറഞ്ഞിട്ട് ഒരു ചെക്ക് ബോക്സ് വരും. ഇത് നൺ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. നമുക്ക് അല്ലെങ്കിൽ ഇഷ്ടമുള്ള സാധനങ്ങൾ മാത്രം സെലക്ട് ചെയ്യാം. അപ്പൊ നമ്മൾ ഏതൊക്കെയാണ് സെലക്ട് ചെയ്യുന്നുള്ളത് ഇപ്പുറത്ത് നമുക്ക് കാണാൻ സാധിക്കും. നൺ സെലക്ട് ചെയ്തെല്ലാം പോകും. ജസ്റ്റ് ഓൾ സെലക്ട് ചെയ്യാം. നമുക്ക് എല്ലാം ആവശ്യമുണ്ട്. സോ അതെല്ലാം ഇമ്പോർട്ട് ചെയ്യാം. സോ അതെല്ലാം ഇമ്പോർട്ട് ആയി കിടക്കുന്നുണ്ട്. സോ നമ്മൾ ആദ്യമേ തന്നെ നമ്മുടെ ഒരു കണ്ണ് തോന്നിക്കുന്ന ഒരു കിളീനെ നമ്മൾ ജസ്റ്റ് ഗെയിം സീനിലേക്ക് വലിച്ചിട്ടു. അപ്പൊ സ്പ്രൈറ്റ് ആയിട്ട് ഓട്ടോമാറ്റിക്കലി ഹൈറാർക്കിയിൽ വന്നോളും. ഒന്ന് റീസെറ്റ് ചെയ്യാം. നമ്മൾ ഗെയിം 2D ആയിരിക്കും. ഒരിക്കലും തേർഡ് ആക്സിസിലേക്ക് ഈ ബേർഡിന്റെ മൂവ്മെന്റ് ഉണ്ടാവില്ല. സോ സ്കൈ ബോക്സ് മാറ്റിയിട്ട് സോളിഡ് കളർ ആക്കുക. അതുപോലെ പെർസ്പെക്റ്റീവ് മാറ്റിയിട്ട് ഓർത്തോഗ്രാഫിക് ആക്കാം. സോ നമ്മൾ ബേർഡ് വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് വേണ്ടത് ഒരു പ്ലാറ്റ്ഫോമാണ്. ബേർഡിന് എന്താ പറയാ ഇടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം. സോ ഞാൻ ഇത് വലിച്ചിട്ടു. ഇതൊരു പ്ലാറ്റ്ഫോം ആവില്ല. കാരണം എന്താണ്, ഇതുപോലത്തെ കുറെ കട്ടകൾ ഇങ്ങനെ വാരി വാരി പെറുക്കി പെറുക്കി വെക്കണം. പക്ഷെ അങ്ങനെ ചെയ്യുന്നതോറും എല്ലാത്തിനും കൊളൈഡർ ആഡ് ചെയ്യണ്ടേ. ഈ ഒരു ചെറിയൊരു സാധനത്തിന് കൊളൈഡർ ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ അത് തന്നെ വലിയ കാര്യമാണ്. അപ്പൊ ഇത്രയും കട്ടകൾ പെറുക്കി പെറുക്കി വെച്ചിട്ട് എല്ലാത്തിനും കൊളൈഡർ ആഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫീസിബിൾ അല്ല. നമ്മുടെ ഗെയിം സ്റ്റക്ക് ആവും. ഒരുപാട് ഹാങ് ആവാനുള്ള ഇഷ്യൂസ് ഉണ്ട്. സോ ഇത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ വലിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും, ഇതുപോലൊരു എഫക്റ്റും വരും. നമ്മൾ ചെയ്യാനുള്ളത് ഇത്ര മാത്രമാണ്. നമ്മൾ ജസ്റ്റ് ഇതിന്റെ ഡ്രോ മോഡ് സിമ്പിൾ എന്ന് മാറ്റിയിട്ട് ടൈൽഡ് എന്നാക്കാം. അപ്പൊ നമുക്ക് വിഡ്ത്തും ഹൈറ്റും ഇവിടെ വരും. സോ ഇനി നമ്മൾ വലിച്ചു നോക്കാം. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇതിന്റെ സ്കെയിലിംഗ് ഒരിക്കലും ചേഞ്ച് ആവുന്നില്ല. സ്കെയിൽ ഒരിക്കലും ചേഞ്ച് ആവുന്നില്ല. ഇതിന്റെ വിഡ്ത്ത് ആണ് ചേഞ്ച് ആവുന്നത്. Registered now. Leaning makes you stronger.